ഒരുപാട് കൊലക്കേസ് കാര്യങ്ങൾ ഞാൻ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാനിപ്പം സുഖമില്ലാണ്ട് വീട്ടിലിരിക്കുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഒരുപാട് കൊലക്കേസുകൾ, വിഷയങ്ങൾ എങ്ങനെ വന്നു, എങ്ങനെ പോയി ഒക്കെ ഞാനിതൊക്കെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ക്രൈമൊക്കെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പറയുന്ന കാര്യം വെച്ചാൽ മീൻസ് ഈ ആലുവ കൊലക്കേസ് 6 പേര് മരിച്ച കൊലക്കേസ് 6 പേര് മരിച്ച കൊലക്കേസിൽ ജോർജ് ജോസഫ് പറയുന്നു പുള്ളി വന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് മനസ്സിലായി ഒരാളാണ് ചെയ്തതെന്ന് പറഞ്ഞ് പുള്ളിക്ക് മനസ്സിലായി. എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വെച്ചാൽ ഒരാളൊരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കൊലപാതകം ഒക്കെ 2 ചെയ്യും. പിന്നെ ഒരു കാത്തിരുന്നൊരു പുറകെ 4 പേരുടെ കൊല്ലുക, അത് പോസിബിളാണോ? ഈ പറയുന്ന കക്ഷി അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എസ്കേപ്പ് ചെയ്ത് മറ്റേ പുറത്ത് പോയി. പുള്ളിയെ കൊണ്ടുവരാൻ പറ്റിയ ദൗത്യത്തെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ല. ഇത് ഒരാളുടെ പേരിൽ സ്റ്റാമ്പ് ചെയ്യപ്പെട്ട സംഭവമാണോ, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവശേഷിക്കുന്നു. അതൊക്കെ അന്വേഷിക്കേണ്ടതൊക്കെ, അല്ലെങ്കിൽ അന്വേഷണം വരേണ്ടതൊക്കെ നമ്മുടെ പുതിയ ഗവൺമെൻറ്റും കണ്ടൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ തന്നെ ഞാൻ പറയാം. കാരണം വെച്ചാൽ ഞാൻ ഇതേപോലെ കുറച്ച് കാലം മുന്നേ, ഒരു 6 വർഷം മുന്നേ ഇതേപോലെ എൻ്റെ അനിയന്മാർക്കൊരു വിഷയം വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ പോയി ഇടപെട്ടപ്പോഴത്തേക്ക് ഒരു കാപ്പ കേസിൽ പ്രതി, അവൻ എൻ്റെ ഫ്രണ്ടാണ്. അവൻ കുട്ടിക്കാലം മുതൽ എൻ്റെ കൂടെ കളിച്ചു കിടന്ന പയ്യനാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് സംസാരിച്ച സമയത്ത് അവൻ ഒത്തിരി വയലൻ്റായിരുന്നു. ആ സമയത്ത് പിന്നെ പോലീസ് വന്നു, എന്നെയും അവനെയും എല്ലാവരെയും കൊണ്ടുപോയിട്ട് അവിടെ ASI എന്നെ ചെന്നപാട് എന്നെ സ്റ്റേഷനിൻ്റെ കവളിൽ അടിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോയാളാണ്, ഞാൻ അതല്ല വേറെ ചെയ്തിട്ടില്ല. നീ സംസാരിക്കണമെന്ന് വെച്ചിട്ട് വീണ്ടും അടിച്ചു. ASI ഞാൻ അപ്പോഴും സംസാരിക്കുകയാണ് സാറേ, ഞാനതല്ല, അങ്ങനെയല്ല, ഞാൻ സംസാരിക്കാൻ വേണ്ടി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ASI അവിടെ നിന്നൊരു ASI ഇതിൻ്റെ വിധി ഞാൻ എഴുതാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇതിന് മുമ്പ് വെച്ചിട്ട് എഴുതി, എന്തൊക്കെ FIR എഴുതി എല്ലാം വെച്ചിട്ട്. സത്യമായിട്ട് ഞാൻ പറയണം, ഞാൻ കള്ളത്തരം പറഞ്ഞതല്ല, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ അറിയാൻ വേണ്ടി ഞാൻ പറയണം. അത് കഴിഞ്ഞിട്ട് അവരെന്നെ മജിസ്ട്രേറ്റിൻ്റെ അമ്മ ഹാജർ. അപ്പോൾ എനിക്ക് വിട്ട് കാലൊട്ടും വയ്യ. കാരണം വെച്ചാൽ എന്നെ അമ്മയുടെ അടുത്ത് എറിഞ്ഞപ്പോഴത്തേക്ക് ഈ കാല് ജീപ്പിൽ ഇടിച്ചിട്ട് കാലൊട്ടും വയ്യ. അപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ചു, പിന്നെ അതല്ലേ അനക്കെല്ലാം വലിയ സംഭവം അതാണ്, ഒരു വലിയ വെട്ടുകത്തി ഹാജരാക്കി അവിടെ ഞാൻ കൊണ്ടുപോയെന്ന് പറയണ്ട. ഞാൻ്റെ വെട്ടുകത്തി ഞാൻ സംസാരിക്കുക, ഒരു അനിയന്മാരെ നമ്മളുടെ വിഷയങ്ങളൊക്കെ കോംപ്രസ് ചെയ്യാൻ വേണ്ടി പോലാണ്. ഒരു വെട്ടുകത്തി ഒരു നാക്കുകൊട്ടി പോലും കയ്യില്ല. എന്നിട്ട് ഈ പോലീസുകാർ, കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെ ആൾക്കാർ ഒരു വെട്ടുകത്തിയോടെ ഹാജരാക്കി. ഞാൻ കണ്ടിട്ട് പോലത്തെ വെട്ടുകത്തി, ഞാൻ കൊണ്ടുവന്ന ആയുധം എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ അങ്ങനെ ഒരു ആംസ് ആക്റ്റൊക്കെ എടുത്തു. എനിക്കറിയില്ല, ഞാനത് എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കറിയാം, എല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങനെയൊന്നും കൊണ്ടുപോകുന്ന ആളും അങ്ങനെയൊന്നും അല്ലെന്നറിയാം. പക്ഷേ എന്നെ ആ ഒരു വെട്ടുകത്തി ആയിട്ടില്ല. എൻ്റെ പക്ഷേ മനുഷ്യട്ട് ഭയങ്കര പാവമാണ്. അവർ ഹോസ്പിറ്റലിൽ പോകണം. ഇവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ റിമാൻഡ് റിപ്പോർട്ട് വാങ്ങിച്ച് ജയിലിൽ കൊണ്ടുപോയപ്പോഴേ ജയിലിൽ നല്ല ആൾക്കാർ എന്നെ കണ്ടപ്പോഴേ തോന്നി ഞാൻ പാവണമെന്ന് തോന്നിയപ്പോഴേ അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് എൻ്റെ BP 240, എൻ്റെ BP 240. അത് കഴിഞ്ഞ് അവർ അവിടെ നിന്ന് ഗുളിക ഇഞ്ചക്ഷനൊക്കെ എടുത്തിച്ച് കൊണ്ടുവന്നിട്ട് എന്നെ മാന്യമായിട്ടാണ് ജയിലിൽ പെരുമാറിയത്. ഭയങ്കര മാന്യമായിട്ട്. അവർക്ക് മനസ്സിലായി എനിക്കെന്ന് ഞാനത് പെട്ടുപോയെന്ന് മനസ്സിലായി. ഞാനും എൻ്റെ അനിയൻ പെട്ടുപോയെന്ന് മനസ്സിലായി. വളരെ മാന്യമായിട്ട് പെരുമാറി. എനിക്ക് അവിടെ ജയിലിലെ കാര്യം ഞാൻ പറഞ്ഞുതരാം. രാവിലെ ഒരു 3 മിനിറ്റാണ് ഓടിപ്പോയിട്ട് പല്ല് തേച്ച് കുളിച്ച് വരാൻ 3 മിനിറ്റാണ്. ആ സമയത്തൊക്കെ എനിക്ക് ഡിസ്കൗണ്ട് തന്നു. എന്നെ കൊണ്ട് കാലനക്കാൻ വയ്യ, ആ ഒരു അവസ്ഥ ആയിപ്പോയി. കാരണം കാലിനോട്ട് നല്ല ഇടി. അപ്പോൾ അവരെന്നെ സഹായിച്ചു, ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഒരു 10 ദിവസം ഞാൻ പുറത്ത്, ആ കേസൊന്നും പോയി. കാരണം ചില തെളിവും കാണുന്നത് ഞാൻ സംസാരിക്കേണ്ടി പോയി. എന്നെ എൻ്റെ അടുത്ത് വന്ന് പിന്നെ ഞാൻ ജയിലിൽ കിടന്നപ്പോഴത്തേക്ക് വന്ന് പറഞ്ഞു, അല്ല നീ BJP-ക്കാരാണ് വിളിക്കുക, ഈ പാർട്ടി BJP-ക്കാരനെ വിളിക്കുക. ഞാൻ എന്തിന്? എനിക്ക് BJP-ക്കാരോ കോൺഗ്രസ്സുകാരോ ആരോ ഞാൻ സംസാരിക്കേണ്ടി പോയാണ്. ഈ പ്രതീകമുള്ള കക്ഷിയും എൻ്റെ കൂട്ടുകാരനാണ്, ഇതെൻ്റെ അനിയന്മാരാണ്, അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പോയതാണ്. അല്ല ഞാനുള്ളത് തല്ലാൻ വേണ്ടിയോ കൊല്ലാൻ വേണ്ടിയോ പോയല്ല.
ഇപ്പോഴും അറിയാത്ത കാര്യം അവരൊരു വെട്ടുകത്തി എങ്ങനെ ഹാജരാക്കി. ഇപ്പം ഞാനൊരു ഇത്രയും ഒരു സിൻസിയറായ ഒരു മനുഷ്യൻ, ഇത്രയും മാധ്യമത്തിൽ നിൽക്കുന്നൊരു മനുഷ്യൻ, എൻ്റെ പേരിൽ ഇത്രയും ഒരു സാധനം ഇത്രയും വർഷമായി ഞാനിപ്പോൾ തുറന്നു പറയാൻ കഴിഞ്ഞിട്ട് എൻ്റെ പേരിൽ ഒരു സാധനം അവർക്ക് ഒരു സാധനം സ്റ്റഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്രയോ ആൾക്കാരുടെ പേരിൽ എത്രയോ സാധനം ഈ പോലീസുകാർ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കാണും. വലിയ ക്വസ്റ്റ്യനാണ്. സമാധാനം ഉണ്ടാക്കണം. നമ്മൾ പുതിയ അഭിനയം വന്നിരിക്കുകയാണ്. പക്ഷേ 10 വർഷം മുമ്പുള്ള സംഭവിച്ചത്. പക്ഷേ ഇത് എന്തായാലും ഒരാൾ വന്ന് കയറുമ്പോൾ മാതൃകാ പുരുഷൻ എന്ന് പറയുന്നു ചെല്ലുന്ന എല്ലാവരും കുറ്റവാളികളല്ല. എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ചെന്ന് പെട്ട് പോകുന്ന ആൾക്കാർ അവിടെയൊക്കെ പിടിച്ച് അടിച്ചിട്ട് അവൻ്റെ പേരിലൊരു വെട്ടുകത്തി ഹാജരാക്കാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതമാണ്. എൻ്റെ ജോലി പോയി, എൻ്റെ വൈഫ് പോയി, 10 ദിവസം ചെല്ലുന്നത് എൻ്റെ വൈഫ് പോയി, എല്ലാം പോയി. പിന്നെയും അവിടെ നിന്ന് എണീച്ച് നടന്ന് ഞാൻ വരികയാണ്. ഇപ്പോഴെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാവും. കാരണം അത് അറിയണം. കാരണം അവരെ കയ്യിൽ കുറേ വെട്ടുകത്തിയും പിച്ചത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ചെന്ന് കയറുമ്പോഴത്തേക്ക് ഈ സാധനമൊക്കെ എടുത്ത് നമ്മുടെ പടലേക്ക് വെച്ചിട്ട് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് നമ്മൾ കുറ്റവാളെന്ന് പറയും. സത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ കോടതി ചെല്ലുമ്പോഴത്തേക്ക് ഒരു വലിയ വെട്ടുകത്തിയൊക്കെ എടുത്ത് വച്ചേക്കുക മാസ്റ്ററിൻ്റെ മുമ്പ് ഞാൻ കൊണ്ടുവന്ന് പറയട്ടെ. ഞാനത് കണ്ടിട്ട് പോലുമില്ല. എൻ്റെ വീട്ടിൽ പോലും അങ്ങനെ സാധനമില്ല. ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അത് ഞാൻ അങ്ങനെയല്ല, ആടല്ല എന്ന് എല്ലാവർക്കും അറിയാതെ. പക്ഷെ എന്തുകൊണ്ടല്ല എൻ്റെ ഈ ലൈഫ് എൻ്റെ പോയതിന് ആര് നഷ്ടപരിഹാരം തരും? കേട പോലീസ് പഴയ അവർ എൻ്റെ ലൈഫെല്ലാം പോയി, ജോലിയില്ല, ഒന്നുമില്ല, പെട്ട് കിടക്കുക. 10 വർഷമാണ് ഞങ്ങൾ കണ്ടിന്യൂസ് അലയുക. ആര് തരും? ആരും തരത്തില്ല. ഒരു കോൺസ്റ്റബിൾ വിചാരിച്ചിട്ട് നമ്മളെ ജീവിതം നശിപ്പിക്കാൻ പറ്റും. ഇതൊരു ഫാക്റ്റാണ്. അത് എന്നെ അറിയാമെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ വെട്ടുകത്തിയും കൊണ്ടൊന്ന് പോകുന്ന ആളൊന്നുമല്ല. പക്ഷെ ലൈഫ് പോയി, അതോടെ എല്ലാം പോയില്ലേ. റിമാൻഡായി 10 ദിവസം ജയിലിൽ കിടന്നു. ആർക്കൊരു വിലയില്ല, ജോലി പോയി. കുഴപ്പമില്ല, നമ്മളൊരു കഷ്ടകാലം വിചാരിക്കാം. പക്ഷേ കഷ്ടകാലം എനിക്ക് മാത്രമേ ഉള്ളൂ, എത്രയോ പേർക്ക് സംഭവിച്ചാണ്. അത്രേ ഉള്ളൂ.